ഒരു 2 hours പാക്ഡ് എന്റർടൈനർ എന്നുള്ളൊരു പരിപാടിയിൽ ഇവർ പിടിച്ചേക്കുന്നത്. അപ്പൊ ഷൂട്ടൊക്കെ എനിക്ക് നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കുമ്പളങ്ങിയൊക്കെ നൈറ്റ് ആയിരുന്നു കൂടുതലും. അപ്പൊ എനിക്ക് പേഴ്സണലി നൈറ്റ് ഷൂട്ടുകളോടൊരു ഇഷ്ടം കൂടുതലുണ്ട്. സിനിമ തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നത് 2 പാട്ടോ 3 പാട്ടോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അവര് പോസ്റ്റിൽ ചെയ്ത് വന്നപ്പോ 8 പാട്ടായിട്ടുണ്ട്. ഞാൻ പാട്ട് പാടി, പക്ഷെ അത് പാടി ഓട്ടോ ട്യൂണൊക്കെ ഉണ്ടല്ലോ, നല്ലതായിട്ട് വരുമായിരിക്കും നമ്മൾ പാടിയാൽ AI എന്നൊക്കെ വിചാരിച്ച് പാടിയത്. പക്ഷെ അത് കുളമായി. എനിക്ക് ആക്ച്വലി പ്രതപണം കാണാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാ. ഭൂതകാലമൊക്കെ എനിക്ക് ഉച്ചയ്ക്ക് പോലെ എല്ലാം ലൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര സീനായിരുന്നു. പ്രേമിലും സംഭവിക്കായിരിക്കും. കുറച്ചും കൂടെ ഒരു വലിയ സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അവര്. എനിക്ക് പേഴ്സണലി സെക്കൻഡ് പാർട്ട് വേണമെന്ന് തോന്നിയിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ആ ഒരു വേൾഡ് ഭയങ്കര ഇഷ്ടമാണ്, ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്, ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു സെറ്റും ആംബിയൻസും അങ്ങനത്തെ ഒരു പരിപാടി വീണ്ടും അനുഭവിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. ഹലോ ഗൈസ്, നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ് ആ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ ഇന്നെൻ്റെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം മാത്യു ആണ്. വെൽക്കം ടു ദ ഷോ. ബ്രോ പറ, എന്താണ് നെല്ലിക്കാംപോയിൽ? ആരാണ് അവിടുത്തെ നൈറ്റ് റൈഡേഴ്സ്? നെല്ലിക്കാംപോയിൽ എന്നുള്ളതൊരു ഫിക്ഷണൽ ഗ്രാമമാണ്. കണ്ണൂർ ശരിക്കും അങ്ങനെ ഒരു സ്ഥലമാണ്. നമ്മള് എനിക്ക് തോന്നുന്നത് അവര് അറിയാണ്ട് നമ്മുടെ റൈറ്റേഴ്സ് ജ്യോതിഷും സുനും. അപ്പൊ നെല്ലിക്കാംപോയിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ്, അപ്പൊ അത് കാരണം ആ നാട്ടുകാരെല്ലാവരും അവിടുത്തെ നൈറ്റ് റൈഡേഴ്സായി മാറുന്നതാണ്. അപ്പൊ എന്താണ് ഈ ഇൻസിഡന്റുകൾ, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇതെന്താണ്, ഇത് വല്ലോ നീ പറഞ്ഞ പോലെ വല്ലോ ചാത്തനോ എന്താണത്, മനുഷ്യനാണോ, ഇത് എന്തുകൊണ്ടാണോന്ന് ഇവര് കണ്ടുപിടിക്കുന്നതും. അതിൽ എന്റെ എങ്ങനെയാന്ന് വെച്ചപ്പോ എന്റെ ക്യാരക്ടറിന് ശ്യാം എന്നാണ് പേര്. അപ്പൊ ശ്യാമിന്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവൻ അതും പിന്നെ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് അവസ്ഥയിൽപ്പെട്ടു. അപ്പൊ അവൻ അത് ഓവർകം ചെയ്യുന്നതും അവന്റെ പ്രശ്നങ്ങൾ അതിന്റെ പാരലലി ഇതെങ്ങനെ ഇവനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഒരു സിനിമയുടെ ഒരു ജിസ്റ്റ്. അപ്പൊ നമ്മള് ആകെ ഇറങ്ങിയേക്കുന്ന ഒരു ടീസറും പിന്നെ 2 പാട്ടും കൂടെയാണ്. ഒന്നും പിടികിട്ടിയിട്ടില്ല. ജസ്റ്റ് മറ്റേ അബൂഖാന്റെ ഒരു നറേഷൻ, ചാത്തനാണോ മാടനാണോ വെറുതെ ആണോ, ശരിക്കും എന്താണ് ഈ സംഭവം? ട്രെയിലർ ഇറങ്ങും ഉടനെ. അപ്പൊ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും വേൾഡ് എന്താന്ന് മനസ്സിലാവും. ബേസിക്കലി ഇത് തന്നെയാണ്. ഇത് എനിക്കത് കൂടുതൽ പറയാൻ പറ്റത്തില്ല. അതെ. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ ഇൻസിഡന്റുകളാണ്. ഹൊറർ കോമഡി മാത്രമല്ല, കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു മിസ്റ്ററി എന്നൊക്കെ പറയാം. റോം കോം ആണ്, കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട് പടത്തില്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ, നമ്മളത് ഫോഴ്സ്ഫുള്ളി ഇതെല്ലാം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചതല്ല. ഇപ്പൊ കഥ എഴുതിയപ്പോഴായാലും അത് മേക്ക് ചെയ്ത് വന്നപ്പോഴായാലും ആ ഒരു ഫ്ലോയിൽ വന്നു പോയതാണ്. ഈ കോമഡി ആയാലും റൊമാൻസ് ആയാലും പാർട്ട് ഓഫ് ദി സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓൾ ഇൻ ഓൾ പരിപാടിയാണ്. ടീച്ചർ കാണുന്ന സമയത്ത് ഒരു 80s 90s ആ ഒരു പീരീഡ് ആണ് കാലഘട്ടം. നമ്മള് ഒരു സ്പെസിഫിക് കാലഘട്ടം എന്നുള്ളത് നമ്മൾ അങ്ങനെ പറയുന്നൊന്നുമില്ല എങ്ങും. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഫിക്ഷണൽ ലാൻഡ് ആയതുകൊണ്ടും ഫോണില്ലാത്തൊരു സമയമാണ്. ഈ പറഞ്ഞ പോലെ എന്താ, എന്നാൽ തന്നെ പുതിയ റെഫറൻസുകളും പോപ്പ് കൾച്ചർ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രസന്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷും ഒക്കെ യൂസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ സ്പെസിഫിക് കാലഘട്ടം ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫോണൊന്നും ഇല്ലാത്തൊരു സമയത്താണ് നടക്കുന്നത്. ഒരു ലാലേട്ടൻ ഫാൻ ആയിട്ടാണോ ഈ പടത്തില്? കാരണം ഓട്ടോറിക്ഷയിലൊക്കെ ഒരു സവാരി സരത് സഭ ചെയ്യുന്ന ക്യാരക്ടർ രാജേഷ് ഏട്ടൻ എന്നാണ് പേര്. രാജേഷ് ഏട്ടന്റെ ഓട്ടോയാണ് നമ്മളെ ഓടിക്കുന്നത് കൂടുതലും. അപ്പൊ അതീ പറഞ്ഞ പോലെ അങ്ങനത്തെ എല്ലാ റെഫറൻസുകളും ഉണ്ട്. അങ്ങനത്തെ പരിപാടിയാണ്. സ്പോട്ട് എവിടെയായിരുന്നു ഈ ഷൂട്ടിന്റെ ഒക്കെ? നമ്മള് ഷൂട്ട് ചെയ്തേക്കുന്നത് കോയമ്പത്തൂർ കരടിവട എന്ന് പറഞ്ഞൊരു കരടിവട, കുറച്ച് ഉള്ളിയുടെ കോയമ്പത്തൂർ, പിന്നെ പാലക്കാട്, 2 സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒരു കഥയിലും ഒരു തമിഴ് കേരള മിക്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. എങ്ങനെയാ മാത്യു ബ്രോ ഈ സിനിമയിലേക്ക്? എന്റെ അടുത്ത് ഇപ്പൊ നൗഫ്ലിക്ക ആണ് വിളിച്ചത്. നൗഫ്ലിക്ക പറഞ്ഞ പോലെ എഡിറ്ററാണ്. അപ്പൊ നമ്മള് ഭയങ്കര ഹാപ്പിയാണ്. നൗഫ്ലിക്ക ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ ഭാഗമാവാൻ. അപ്പൊ ജ്യോതിഷാണ് വന്ന് കഥ പറഞ്ഞത്. ജ്യോതിഷും സുനുവാണ് റൈറ്റേഴ്സ്, പ്രണയവിലാസത്തിന്റെ റൈറ്റേഴ്സാണ്. അപ്പൊ ജ്യോതിഷ വന്ന് കഥ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ കേട്ടപ്പോ തന്നെ ഭയങ്കര രസം ഉണ്ടായിരുന്നു. ഇരുന്ന് ചിരിക്കാനും ഇതായിരുന്നു, ഒരു ഹുക്ഡായിരുന്നു ത്രൂ ഔട്ട് ദ സ്ക്രിപ്റ്റ്. പിന്നെ ഭയങ്കര പാക്ഡ് പരിപാടിയാ. ഇപ്പൊ എഡിറ്റ് വന്നപ്പോൾ ഒന്നും കൂടെ പാക്ക് ആയിട്ടുണ്ട്. ഭയങ്കര ഒരു 2 hours പാക്ഡ് എന്റർടൈനർ എന്നുള്ളൊരു പരിപാടിയിൽ ഇവർ പിടിച്ചേക്കുന്നത്. അപ്പോ ഡെഫിനറ്റ്ലി വൈ നോട്ട്. ഒരു എഡിറ്റർ ഡയറക്ടർ ആകുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണ്?
ഫസ്റ്റ് എനിക്ക് തോന്നിയേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു 70 ദിവസമൊക്കെ എടുത്ത് ചെയ്യേണ്ട സിനിമയാണ്. ഒരു അത്യാവശ്യം സ്കെയിലുള്ള സിനിമയാണ്. അപ്പൊ അതൊരു 55 ഡേയ്സിൽ തീർന്നു. അപ്പൊ അത് എഡിറ്റർ എന്നുള്ള ഒരു സ്ട്രോങ് ഫുട്ട് ഉള്ളതുകൊണ്ടും ആ കൺവിക്ഷൻ ഉള്ളതുകൊണ്ടും ഇത് മതി എന്നുള്ളത് പുള്ളിക്ക് അറിയാം. അപ്പൊ ആ ഒരു അൺവാണ്ടഡ് ഫുട്ടേജിന്റെ ആവശ്യം വന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ നമുക്കും പറഞ്ഞു തന്നെയൊക്കെ ആ കൺവിക്ഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ എഡിറ്റേഴ്സ് ഡയറക്ടർ ആവുമ്പോൾ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നൗഫലിക്കയുടെ കാര്യത്തിൽ നൗഫലിക്കൊക്കെ അറിയാം ഇത് ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരും. എന്നാൽ നമുക്ക് വേണ്ട സ്പേസും തരും. ഇപ്പൊ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇക്ക ഒന്നും പറയില്ല, നിങ്ങൾ ചെയ്തോ എന്നാ പറയത്തുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇക്ക അത് നല്ലതാണെങ്കിൽ അതും ഇക്കയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് പിടിക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഈ ശ്യാം എന്നല്ലേ പറഞ്ഞത്, ശ്യാമിനുള്ള വ്യത്യാസം എന്താണ്? ഫിസിക്കലാണെങ്കിലും മെന്റലി ആണെങ്കിലും. ശ്യാം എന്താ ഈ പറഞ്ഞ പോലെ ഇതുവരെ ചെയ്തേന്ന് മൊത്തത്തിൽ ആക്ച്വലി ഒരു മാറ്റമുണ്ട്. എന്താ കുറച്ചും കൂടെ ഒക്കെ മെച്ചുവേർഡാണ് ഇന്നവേ ശ്യാം. അല്ലെങ്കിൽ അതിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഒക്കെ ഉണ്ട് പടത്തില്. പിന്നെ മൊത്തത്തിൽ കാണാനും പരിപാടികളൊക്കെ ആയിട്ട് അവര് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് പടം വരുമ്പോ എവിഡന്റ് ആണ് കുറച്ചും കൂടെ ബാക്കി സിനിമകളിൽ നിന്ന് കുറച്ചും കൂടെ എവിഡന്റ് ഒരു ചേഞ്ച് ഉണ്ട്. കാരണം ഇപ്പൊ നൗഫലിക്ക നമ്മൾ ലുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴായാലും എല്ലാത്തിലും നൗഫലിക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, ഇത് നേരത്തെ ചെയ്ത പരിപാടികൾ പോലെ ആവരുത്. അപ്പൊ അതിനു വേണ്ടി അവര് ലുക്കായാലും പ്രൊണക്സ് ആയിട്ടാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്, മെൽവിജെ കോസ്റ്റ്യൂം ചെയ്തേക്കുന്നത്. അപ്പൊ അവർ രണ്ടുപേരും അവര് മൊത്തത്തിൽ ആ ഒരു വിഷൻ മൊത്തത്തിൽ കൊണ്ട് അതിപ്പോ എനിക്ക് മാത്രമല്ല ഈ പടത്തിൽ വന്ന് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും സീനാണെങ്കിൽ പോലും ഈ പടത്തിൽ അവര് ആ ഗ്രാമത്തിനോട് ചേർന്ന് നിൽക്കണം, കുറച്ച് യൂണീക്കായിട്ട് നിൽക്കണം എന്നുള്ളൊരു സംഭവം ടീമിനുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒരു മൊത്തത്തിൽ ഒരു ഡിഫറെന്റ് പരിപാടിയിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. കൂടുതലും നൈറ്റ് ഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നൊരു 70% നൈറ്റ് ഷൂട്ടുകളായിരുന്നു. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു മിറർ മിസ്റ്ററി അല്ലെങ്കിൽ ഹൊറർ സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്രേതാനുഭവം അങ്ങനെ സീനൊക്കെ പറയും. ഇല്ല ഇല്ല നമുക്ക് അങ്ങനെ നമ്മളൊരു 100 പേരുണ്ട് മൊത്തം, അതിനിടയ്ക്ക് ഏത് പ്രേതം അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല നമുക്ക്. നമ്മൾ രസമായിരുന്നു, നമുക്ക് ഫൺ. കാരണം ഈ പറഞ്ഞ പോലെ മൊത്തം ഞാൻ പറഞ്ഞ ഇപ്പൊ ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഡയറക്ഷൻ ടീമിലുള്ളവരായാലും ലൈറ്റിലെ ചേട്ടന്മാരായാലും എല്ലാവരും ഭയങ്കര ഒരു സിങ്ക് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സെറ്റിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഒക്കെ എല്ലാവരും ഭയങ്കര ആ ഒരു കണക്റ്റിലാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു, സമയം പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. രാത്രി ആണെങ്കിലും ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു ഷൂട്ട്. സെറ്റിലെ ഏറ്റവും ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും ഫണ്ണായിട്ടുള്ളൊരു ആളാരാണ്? എല്ലാരും ഫണ്ണാണ് നമ്മൾ, പക്ഷെ മീനാക്ഷിനെയാണ് ഫണ്ണി പീസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതിനല്ല, മീനാക്ഷി വെറുതെ ഇരിക്കത്തില്ല. അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നാലും വന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ച് മീനാക്ഷി വിൽ മേക്ക് ഷുവർ ദാറ്റ് എവരിവൺ ഇസ് ഹാവിങ് ഫൺ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി അലമ്പായാലും ബഹളമാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടാവും, ഇങ്ങനെ ഓണായിട്ടിരിക്കണം എല്ലാവരും എന്നുള്ളൊരിതുണ്ട്. അപ്പൊ അങ്ങനെ റോഷൻ ഭയങ്കര രസമാണ്, സഭ എല്ലാരും ഭയങ്കര രസമാണ്. റോഷന്റെ ഒപ്പം ആദ്യമായിട്ടല്ലേ? അതെ എനിക്ക് തോന്നുന്നു ഈ പടത്തില് അബൂക്ക ഒഴിച്ച് എല്ലാവരോടൊപ്പം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അബൂക്കയോടൊപ്പം വൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആക്ച്വലി അബൂക്കയോടൊപ്പം ആയാലും ഒരു അങ്ങനെ ഒരു സീനും പരിപാടികളൊക്കെ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അബൂക്ക ആണെങ്കിലും ഭയങ്കര സീനിയറാണ്. ഇപ്പൊ 50 years ആവും അബൂക്ക സിനിമയിൽ വന്നിട്ട്. പക്ഷെ അബൂക്ക നമ്മുടെ ഒപ്പമാണ്, നമ്മൾ പറയുന്ന കോമഡിയും നമ്മൾ ആ കൂട്ടത്തിൽ നമുക്ക് അബൂക്കയുടെ അടുത്ത് പോയി തോളത്ത് കേട്ടിട്ട് ചെയ്യാമെന്നുള്ളൊരു ആ ഫ്രീഡം ഉണ്ട്, അബൂക്ക തരുന്നുണ്ട് നമുക്ക്. അത് ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ നമ്മുടെ സഭയുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകയ്ക്ക് ശേഷം ഒരു സാധനമാണ്. ഓരോരുത്തരുടെയും ഉള്ള ഒരു അനുഭവം എങ്ങനെയാണ്? ഇപ്പൊ സഭയാണെങ്കിലും റോഷൻ ആണെങ്കിലും മീനാക്ഷി ആണെങ്കിലും ഓരോ ആളുകളും എങ്ങനെയാണ്? നമ്മളെല്ലാരും ഇപ്പൊ ഞാൻ, സഭ, റോഷൻ ആണ് ഞങ്ങൾക്ക് 3 പേർക്ക് ഏറ്റവും ഒരുമിച്ചുള്ള സീനുകൾ. അപ്പൊ ഭയങ്കര രസമാണ്. ത്രൂ ഔട്ട് ദ ഷൂട്ട് ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. അപ്പൊ എന്താ ഭയങ്കര നേരെ ഷൂട്ടിന് പോകുന്നത് ഒരുമിച്ച, ഷൂട്ട് കഴിഞ്ഞാൽ നേരെ തിരിച്ചൊരുമിച്ച് വരും. നേരെ റോഷന്റെ റൂമിലായിരിക്കും നമ്മൾ. പിന്നെ നേരെ കുളിച്ച് പരിപാടി കഴിഞ്ഞാൽ റോഷൻ റൂമിലൊന്നും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, സംസാരിക്കുക, അങ്ങനത്തെ പരിപാടികളെല്ലാം എല്ലാവരും വരും. ഡയറക്ടറും എല്ലാവരും വരും. അപ്പൊ ഫുൾ ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ സംസാരിക്കുക, ചില്ല് ചെയ്യുക. അതുകൊണ്ട് കിടക്കുമ്പോൾ മാത്രം പിന്നെ റൂമിൽ പോവുക, രാവിലെ വീണ്ടും ഇത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാ. അപ്പൊ ഭയങ്കര രസമായിരുന്നു. പിന്നെ എല്ലാവരും ആ ഒരു ഫൺ പരിപാടിയും. ഇപ്പൊ റോഷനാണെങ്കിലും ആസ് എൻ ആർട്ടിസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. അവന്റെ കുറെ നല്ല പരിപാടികളുണ്ട് പടത്തിൽ. ആക്ച്വലി അവന്റെ ചില ഡയലോഗ്സ് ആണെങ്കിലും ഒരു റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് റോഷന്റെ. സഭ കുറച്ചും കൂടെ എന്താ, സഭ ഭയങ്കര എനിക്ക് എന്താ വെച്ചാൽ, ഇപ്പൊ സഭയ്ക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സഭ അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെയ്യത്തില്ല. കൺഫ്യൂഷൻ തീർത്തേ ചോദിച്ചത് എന്തിനാണ് ഇതിപ്പോ ഞാൻ ചെയ്യുന്നതെന്നുള്ള ഒരു ക്ലാരിറ്റി വേണം സഭയ്ക്ക്.
പക്ഷെ ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഷൂട്ട് പാക്കപ്പ് ആവാറായത്, നമ്മൾ അങ്ങനെ ഡിലേ ആക്കരുത്, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് ചെയ്യും. ഡയറക്ടറെ വിശ്വസിച്ചു. സഭ അങ്ങനെയല്ല, എന്ത് ഡിലേ ഉണ്ടെങ്കിലും സഭ അത് പ്രോപ്പറായിട്ടാണ്, അത് ഭയങ്കര ഷാർപ്പായിട്ട് ചെയ്യണം. അത് ചെയ്യുന്നതും ഭയങ്കര ഷാർപ്പാണ് സഭ. ഭയങ്കര രസമായിട്ടാണ് ക്യാരക്ടറിന്റെ ഹോൾ. എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണ് സിനിമയിലെ രാജേഷേട്ടൻ്റെ ക്യാരക്ടർ. എനിക്ക് ഭയങ്കര രസമായിട്ട് സഭ എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടതല്ല, സഭ ചെയ്യുന്നത് കണ്ട് എനിക്ക് രാജേഷേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സഭ ഭയങ്കര രസമാണ്. മീനാക്ഷി പറഞ്ഞ പോലെ എന്താ ഭയങ്കര ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഇങ്ങനെ അതെ ആരൊന്നുമില്ല, ആര് വെറുതെ ഇരിക്കുന്ന കണ്ടാലും പോയി തട്ടി എണീപ്പിച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മീനാക്ഷി. ഭയങ്കര രസമായിട്ട് ഇപ്പൊ വാഴയ്ക്ക് ശേഷം എന്താ മൊത്തത്തിലൊരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഭയങ്കര നാടൻ അങ്ങനത്തെ, എന്നാ സ്മാർട്ട്, സ്വന്തം കാര്യമൊക്കെ നോക്കുന്ന ഒരു ഭയങ്കര ഒരു സ്മാർട്ട് വുമൺ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് അത്. അബൂക്കയാണെങ്കിലും ആ കാണുന്ന അങ്ങനത്തെ ഒരു പരിപാടിയാണ് അബൂക്കയുടെ. അബൂക്കൊരു റിട്ടയേർഡ് റിട്ടയേർഡ് ആർമി ഓഫീസർ, അങ്ങനെ ഒരു പരിപാടിയാ. അപ്പൊ എന്റെ അമ്മയുടെ ചേട്ടനാ, അമ്മാവനെ. അപ്പൊ അങ്ങനെ നമുക്കൊരു പാവം ഇങ്ങനെ പെട്ടെന്ന് മേടിച്ച്, എന്നാ തോക്കൊക്കെ ഉണ്ട് പുള്ളിക്ക്, പക്ഷെ പേടിത്തൊണ്ടനാണ് കുറച്ച് പുള്ളി. അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടാ ഞെട്ടിയേക്കുന്നത്. അബൂക്കയുടെ ലുക്കൊക്കെ ഭയങ്കര ഡിഫറെന്റ്. നേരെ അബൂക്ക വന്ന് അപ്പൊ തന്നെ അബൂക്കയുടെ കഷണ്ടി കൂടി ഫുള്ള് എടുത്ത്. റോണിച്ചേട്ടനായാലും, റോണിച്ചേട്ടനുണ്ട്, റോണിച്ചേട്ടന്റെ വേറൊരു കാണിച്ചിട്ടില്ലല്ലോ ടീസറിൽ. എനിക്ക് തോന്നുന്നു ടീസർ മൊത്തത്തിൽ ചെറിയൊരു 30 സെക്കൻഡ് പരിപാടിയല്ലേ ഉള്ളൂ. ട്രെയിലറിലുണ്ട്. അപ്പൊ റോണിച്ചേട്ടന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ത്രൂ ഔട്ട് സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാരക്ടർ. റോണിച്ചേട്ടനെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്ന പടത്തില്. വിഷ്ണു അഗസ്ത്യ ഉണ്ട്. വിഷ്ണു അഗസ്ത്യ എന്താ നമ്മള് ഒരു ക്യാമിയോ ആണ് ആക്ച്വലി, നമ്മളത് നേരത്തെ പറഞ്ഞു. അതെ ട്രെയിലറിൽ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. വിഷ്ണു അഗസ്ത്യ നല്ലൊരു ക്യാരക്ടറാണ്, ഒരു പോലീസായിട്ടാണ്. പുഷ്പരാജ് എന്ന് പറഞ്ഞിട്ട്. യെസ്, അങ്ങനത്തെ ഒരു റെഫറൻസ് ഒന്നും ഇല്ല, പക്ഷെ അടിപൊളിയാണത്. കുറച്ച് ഭയങ്കര ഒരു യൂണീക് പരിപാടിയാണ്. ഇപ്പൊ ഒരു മിത്തും സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ മാത്യു. അപ്പൊ ചെറുപ്പത്തിൽ വിശ്വസിച്ച, എന്നാ ഇപ്പൊ കേൾക്കുമ്പോൾ ഒരു മണ്ടത്തരമാണ് തോന്നിയിട്ടുള്ള ഒരു മിത്ത് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു മിത്ത്? എനിക്ക് അങ്ങനെ നമ്മുടെ നാടിനൊക്കെ എന്റെ നാട്ടിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ വളർന്ന സമയത്തേക്ക് ഇതങ്ങ് എല്ലാരും തിരക്കിൽ ഇപ്പൊ അങ്ങനെ അങ്ങനെ ഒരു മിത്ത് പറയുന്ന ആർക്കും. സാധാരണ നമുക്ക് അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ ഉള്ളത് പറഞ്ഞു തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസ് ആയിട്ട് എനിക്ക് വന്നിട്ടില്ല ആക്ച്വലി. ഇപ്പൊ അങ്ങനെ വീട്ടിലിപ്പോ ഭക്ഷണം തരുമ്പോഴാണ് ചെറുതിലേക്ക് പെട്ടെന്ന് കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ തല്ലുള്ള രീതിയിലൊക്കെ, അല്ലാണ്ട് ഇത് കോക്കാച്ചിയൊന്നും വരില്ല. പക്ഷെ നമുക്ക് അറിയാം ഇതൊക്കെ ഫെമിലിയർ ആണ്, പക്ഷെ അങ്ങനെ ഒരു കഥയായിട്ടൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ കേൾക്കാത്തവർക്കൊക്കെ ഇതൊരു ഗോയിങ് ബാക്ക്, ഇതൊരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു അതന്നെ മുത്തശ്ശി കഥ പോലത്തെ ഒരു പരിപാടിയാണ്. അങ്ങനെ പിന്നെ കുറെ സുമതികളൊക്കെ നമ്മള് കുറെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ നാട്ടിലില്ലേലും അങ്ങനെ ചുറ്റുപറ്റത്തൊക്കെ നടക്കുന്ന കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. മണ്ടത്തരാണെന്ന് അറിയില്ല ഇപ്പോഴും, അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. ഇപ്പൊ ഇതിനകത്ത് നൈറ്റ് റൈഡേഴ്സ്, ഇപ്പൊ എന്തായാലും രാത്രി നിങ്ങൾ ഷൂട്ടൊന്നും ഇല്ലാത്ത സമയത്ത് ചിലപ്പോ വണ്ടി എടുത്ത് കറങ്ങാനോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നല്ല ഷൂട്ടിന്റെ ഇടയ്ക്ക് നമുക്ക് പാലക്കാടായിരുന്നു ഷൂട്ട്. അടുത്തൊരു പരിപാടി എല്ലാം കഴിഞ്ഞു, പാലക്കാടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ നമ്മുടെ ഒട്ടും നൗഷാദ് അലി ഉണ്ട്, നൗഷാദ് തലമലയിലൊക്കെ ഉള്ള. അപ്പൊ നൗഷാദൊക്കെ നല്ല ഫുഡ് ചെയ്യാ. റോഷൻ, ഞാൻ, സഭ, രഞ്ജി, കങ്കോലുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു 7-8 പേരുണ്ട്, 2 വണ്ടിക്കുള്ള ആളുണ്ട്. അപ്പൊ ഞങ്ങളെന്നാ പിന്നെ ഓർത്ത് കോയമ്പത്തൂര് ഹൈവേയില് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു MDS ഉണ്ട്, കുറെ MDS ഉണ്ട്. അതിലൊരു MDS അവിടെ നല്ല ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ പരിപാടികൾ. ഇപ്പൊ ഞാൻ കൂട്ടുകാരൊക്കെ പോകുമ്പോഴും ഒക്കെ ലോങ് പോകുമ്പോൾ ബാംഗ്ലൂർ ആ സൈഡിട്ടൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മളവിടെ ഒരു സ്ഥിരം സ്റ്റോപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ലൊരു സ്ഥലം നമുക്ക് വേണമെങ്കിൽ പോയി കഴിച്ചാലോ. അപ്പൊ ബോംബെ നൗഷാദൊക്കെ പറഞ്ഞു പോവാം. അപ്പൊ റോഷനും പറഞ്ഞു. അപ്പൊ നമ്മൾ സഭയുടെ അടുത്ത് പറഞ്ഞില്ല, സഭയുടെ അടുത്ത് സഭ മടി പിടിച്ചിരിക്കും, കുറച്ചൊരു മടിയുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്തേക്കൊക്കെ പോവാന്ന് പറഞ്ഞ മടിയാ. അപ്പൊ സഭയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാന്നും പറഞ്ഞിട്ട് എനിക്ക് പാലക്കാട് നിന്ന് ഒരു മണിക്കൂറുണ്ടാവും, 60 കിലോമീറ്റർ അങ്ങനെ. ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ ഇട്ട് പോവാ. സഭ കുറച്ചിറങ്ങിട്ട് 50 കിലോമീറ്റർ 1 മണിക്കൂർ. അപ്പോഴാ സഭയുടെ അടുത്ത് പറഞ്ഞ കോയമ്പത്തൂരാ. ഞങ്ങള് കോയമ്പത്തൂര് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നു. മാത്യു നൈറ്റ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ മോർണിംഗ് പേഴ്സൺ ആണോ?
രണ്ടും ഓക്കെയാണ്. ഇപ്പൊ ഷൂട്ടൊക്കെ എനിക്ക് നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കുമ്പളങ്ങിയൊക്കെ നൈറ്റ് ആയിരുന്നു കൂടുതലും. അപ്പൊ എനിക്ക് പേഴ്സണലി നൈറ്റ് ഷൂട്ടുകളോടൊരു ഇഷ്ടം കൂടുതലുണ്ട്. വെയിലൊന്നും അടിക്കണ്ട, നല്ല സുഖമായിട്ട് തണുപ്പൊക്കെ ഉണ്ടാവും. ബട്ട് റിയൽ ലൈഫിലും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം ഓക്കെയാണ്. ഇപ്പൊ ഇതിന്റെ മ്യൂസിക് സെക്ഷനിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഇറങ്ങിയ പാട്ട് 3 അടിപൊളിയാണ്. പ്രത്യേകിച്ച് ആ പുഞ്ചിരി എന്നുള്ള സ്മൈൽ സോങ്ങും ആ സാധനമൊക്കെ. ഇനിയും വല്ലതും ഇറങ്ങാനുണ്ടോ? 8 പാട്ടുണ്ട്. സിനിമ തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നത് 2 പാട്ടോ 3 പാട്ടോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പോസ്റ്റിൽ ചെയ്ത് വന്നപ്പോ 8 പാട്ടായിട്ടുണ്ട് ആൻഡ് സ്കോർ. അപ്പൊ നേഹയും ആക്സണുമാണ് മ്യൂസിക് ഡയറക്ടേഴ്സ്. ഭയങ്കര അടിപൊളി ആൽബമാണ്. അതും ഭയങ്കര അടിപൊളി ആൾക്കാരാണ് പാടിയേക്കുന്നത്. ഇപ്പൊ വന്നേക്കുന്നതിൽ ഗബ്രി, വേടൻ ആൻഡ് നേഹ ചേച്ചി, വിഷ്ണു വിജയൻ പാടിയ പാട്ടാണ് വന്നേക്കുന്നത്. ഉഷാദുപ്പ് പാടിയൊരു പാട്ട് വരാനുണ്ട്. മിൻമിനി പാടിയൊരു പാട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് മീനാക്ഷി ഉണ്ണികൃഷ്ണനെ ഒരു പ്ലേബാക്ക് സിംഗറായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. മീനാക്ഷി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. മീനാക്ഷി പാടിയ പാട്ട് പടത്തിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു, പോയി, ഇനി തിരിച്ചു വെച്ചോന്ന് അറിയില്ല. മീനാക്ഷി ഉണ്ട്. പിന്നെ ഒരു തമിഴ് പാട്ടുണ്ട്. അങ്ങനെ കുറച്ച് അത്യാവശ്യം ഓണാണ് ആൽബം. ഞാൻ പാട്ട് പാടി, പക്ഷെ അത് പാടി അല്ല. ബേസിക്കലി എന്താ വെച്ചാൽ ഞാനും മീനാക്ഷിയും എന്തോ ഒരു ഏരിയ 4 വരി വെച്ചിട്ട് 2 പേരും പാടാന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പൊ എനിക്ക് എന്റെ അടുത്തപ്പോ നൗഫലൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് പാടി നോക്ക്, നമുക്ക് നോക്കാൻ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പാടാനറിയില്ല, അലമ്പാണ് ഞാൻ. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഞാനപ്പുറത്ത് ഓട്ടോ ട്യൂണൊക്കെ ഉണ്ടല്ലോ, നല്ലതായിട്ട് വരുമായിരിക്കും നമ്മൾ പാടിയാലേ എന്നൊക്കെ വിചാരിച്ച് പാടിയത്. പക്ഷെ അത് കൊളമായി ഏറ്റില്ല. അത് ഏതോ ഇന്റർവ്യൂലൊക്കെ ഉണ്ട്, അത് വരും പുറത്തേക്ക്. അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാ? ഇത് കഴിഞ്ഞിട്ട് ഉടനെ 2 സിനിമകൾ വരുന്നത് മലയാളത്തിൽ തന്നെ ഡെഫിനറ്റ്ലി. വേറെ തമിഴൊന്നും അങ്ങനെയൊന്നും ഇല്ല. മലയാളത്തിൽ 2 സിനിമയും കൂടെ വരും. അപ്പൊ നൈറ്റ് റൈഡേഴ്സ് ഇറങ്ങി കഴിഞ്ഞ ഉടനെ ഉണ്ടാവും. ആക്ച്വലി നവംബർ ഡിസംബർ ആയിട്ട് 2 സിനിമ ഷൂട്ട് ചെയ്യാനുള്ളത്. പ്രകാശം പർക്കട്ടൊക്കെ ചെയ്ത ഷഹദിന്റെ ഒരു സിനിമയാണ്. പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരനാണ് ടൈറ്റിൽ. കുറച്ച് അതെ അതെ. പാർവതി തിരുവത്താണ്, വിജയരാഘവനുണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ. ത്രില്ലറാണ്. ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അടിപൊളി പരിപാടിയാണ്. അത് കൂടുതൽ പരിപാടികൾ വരും. ജനുവരിയിലാണ് ഷൂട്ട് തുടങ്ങുന്നത്, പക്ഷെ അടിപൊളി സിനിമയാണ്. ഇപ്പൊ മാത്യുവിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മലയാള സിനിമയിലെ ഹൊറർ മൂവീസ് പറയുകയാണെങ്കിൽ ഒരു 2-3? എനിക്ക് ആക്ച്വലി പ്രതപടം കാണാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാ. ഭൂതകാലമൊക്കെ എനിക്ക് ഉച്ചയ്ക്ക് പോലെ എല്ലാം ലൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര സീനായിരുന്നു. അപ്പൊ എനിക്ക് ഹൊറർ കോമഡിയാണ് പിന്നെ കാണാൻ പറ്റുന്നത്. രോമാഞ്ചം, ഇൻ ഗോസ്റ്റ് ഹൗസിന്, ചതിക്കാത്ത ജന്തുവാണ്. അതിപ്പോ ഹൊറർ പടം അല്ല, എന്നാലും ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഭയങ്കര ഫേവറേറ്റാ. ഹൊറർ ജനറലി കാണാൻ ഈ പേടിയുള്ളതുകൊണ്ട് ഞാൻ കാണാറില്ല. കോമഡി കാണാറുണ്ട്, ഏലിയൻസിന്റെ അങ്ങനെ അങ്ങനത്തെ കുറെ ചെറിയ കാണാറുണ്ട്. ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ ആണ് എനിക്ക് തോന്നുന്നത്. ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ ചതിക്കാത്ത ചന്തുല ആ ഒരു എപ്പിസോഡ്. വെള്ളി നക്ഷത്രം ഇപ്പൊ എങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ആകാശഗംഗ അതിനാണ് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് പോയ സീനാണ്. നമുക്കൊരു കുട്ടി ഗെയിമിലോട്ട് പോവാം. നമ്മളിപ്പോ ഒരു 4 ക്യാരക്ടേഴ്സിന് എടുക്കുക. ഈ പറഞ്ഞ പോലത്തെ ക്ഷി ചാത്തൻ, അങ്ങനെയൊക്കെ. അത് ഒരു റിയൽ ലൈഫ് പേഴ്സണായിട്ട് കമ്പയർ ചെയ്യുക, സിനിമയിലുള്ളത് തന്നെ. ഒന്നാമത്തെ ചാത്തൻ. എനിക്കിപ്പോ ചാത്തെന്ന് പറയുമ്പോ ഓർമ്മ. എനിക്ക് നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടോവിനോനാണ്. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇപ്പൊ നമ്മുടെ ഒരു ഏജിലുള്ള ആരെങ്കിലും ആണെങ്കിൽ ചെറിയ കുറുമ്പും കുസൃതിയൊക്കെ ഉള്ള റോഷൻ വേണമെങ്കിൽ. റോഷൻ ഒരു കുറച്ച് അങ്ങനത്തെ ഒരു പരിപാടിയുള്ള ഒരാളാ. ചാത്തൻ സേവ് അല്ല, അവന്റെ ഒരു ഓണാണ്. കുറച്ച് വെപ്ല വരാ എന്താ ഒരു മാജിക്കല്ല, ഇപ്പൊ എവിടെയും വേണമെങ്കിൽ അങ്ങനെ വരാത്തൊരു സാധനം ഉണ്ട്. യക്ഷിയാണെങ്കിലോ? യക്ഷിയെ മീനാക്ഷിക്ക് കൊടുക്കുന്നു. മീനാക്ഷി അതെ. ഒടിയൻ സഭയതോ ഒടിയല്ല വരും, പക്ഷെ നമ്മള് നിർബന്ധിക്കണം. ആ സമയം വിളിച്ച് വരുത്തണം സഭേനൊന്ന്. ഇവരൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കത്തനാര്? നൗഫൽ ഡയറക്ടർ. നമ്മളെല്ലാരും വരുമ്പോഴത്തേക്ക് അലമ്പാണ്. അല്ല അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെല്ലാരും വരുമ്പോ ഞങ്ങള് ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ടൊരു പരിപാടിയാണ്. നൗഫലൊക്കെ ആയിരിക്കാം. നമുക്ക് നമ്മുടേതായ സ്പേസ് ഒക്കെ തന്നിട്ടുണ്ട് പരിപാടി. നമ്മുടെ നസ്ലിനാണെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കും? നസ്ലിന് എന്താ കൊടുക്കണ്ടേ?
ചാത്തനാട്ടോ ഇന്നവേ. മാത്യു ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സിൽ നമുക്കിപ്പോൾ അത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നന്നാക്കായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനെല്ലാം കേട്ട് കമ്മിറ്റ് ചെയ്യുന്നു. അത് പിന്നെ അതെന്താണ് അതിന്റെ പ്രശ്നം. മോശമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതെന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. നന്നാക്കായിരുന്നു എന്നാണ് ഇപ്പൊ എല്ലാത്തിലും തോന്നാറുണ്ട് കേട്ടോ. നമ്മളിപ്പോ നമുക്ക് നല്ലത് പറഞ്ഞ പെർഫോമൻസുകളാണെങ്കിൽ പോലും മോശം പറഞ്ഞാണെങ്കിലും ഒക്കെ എനിക്ക് എന്ത് കണ്ടാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കാണുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് സമയം കഴിയൂല. അപ്പൊ എന്തായാലും നന്നാക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോ ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ഏത് ക്യാരക്ടർ ആയിരിക്കും? ലിയോ വിജയുടെ പോലെ രസമായിരിക്കും. ലിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഇടയ്ക്ക് ലോകേഷ് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ ലിയോ 2 ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ തിരിച്ചു വരുമോന്ന് അറിയില്ല, എന്തെങ്കിലും ഇപ്പൊ മകൻ സിദ്ധാർത്ഥിനെ വെച്ചൊരു ഡെവലപ്പ് ചെയ്യാലോ. മാത്യുവിന്റെ തന്നെ ഫിലിമോഗ്രഫിയിൽ സെക്കൻഡ് പാർട്ട് കാണുന്ന ആഗ്രഹമുള്ളൊരു പടം പ്രേമില് സംഭവിക്കായിരിക്കും. കുറച്ചും കൂടെ ഒരു വലിയ സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അവര്. കുറച്ചും കൂടെ ആർട്ടിസ്റ്റുകളും കുറെ അധികം ആർട്ടിസ്റ്റുകളും പുതിയ അങ്ങനെ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇല്ലില്ല, അത് അതിൻ്റെതായ ഒരു സമയം എടുക്കും ഇത് പ്ലാനായി വരാൻ. അപ്പൊ അത് ഉണ്ടാവുമായിരിക്കാം. എനിക്ക് പേഴ്സണലി സെക്കൻഡ് പാർട്ട് വേണമെന്ന് തോന്നിയിരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ആ ഒരു വേൾഡ് ഭയങ്കര ഇഷ്ടമാണ്, ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്, ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു സെറ്റും ആംബിയൻസും അങ്ങനത്തെ ഒരു പരിപാടി വീണ്ടും അനുഭവിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. ഞാനൊരു 4 ക്യാരക്ടേഴ്സിന് പേര് പറയാം, ഏതാ പടം ഒന്ന് ഗസ് ചെയ്യാം. സിമ്പിൾ ആണ്. ആദ്യത്തെ സനൽ 1, കുഞ്ഞാവ നെയ്മർ, ബിൻഡോ ബ്രോമാൻസ്, ജെയ്സൺ, തടയൂർ, ജെറി, ഓപ്പറേഷൻ ജാവ. ഈ ഓപ്പറേഷൻ ജാവയുടെ സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇല്ല. റിയൽ ലൈഫിൽ ഒരു ഗോസ്റ്റ് ഹണ്ടിന് ഇറങ്ങാന്ന് നോക്കി മാത്യു ഒരു 3-4 ടീമിനെ വിളിച്ചിട്ട് ആരായിരിക്കും ആ ടീമിലുള്ളവര്? ഒരു ഗോസ്റ്റ് ബസ്റ്റേഴ്സ്. നെസ്ലിൻ, സംഗീതേട്ടൻ, റോഷൻ, അങ്ങനെ മീനാക്ഷിനെ വിളിക്കാം, ചന്ദൂരെ വിളിക്കാം. ചന്തു ഈ അടുത്ത് ഏത് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചന്തു. ഇപ്പൊ ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാസമല്ല കഴിഞ്ഞ മാസം ഫുൾ ഒരു മിത്ത് സിനിമകളാണ്. ഇപ്പൊ സുമതി വളവ്, ലോക, പ്രണവിന്റെ ഡാൻസ് ഇറങ്ങാൻ പോകുന്നു, പിന്നെ ഇതുപോലെ തന്നെ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ എല്ലാ പടം പോലെ തന്നെ ഇതും ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.